അപ്പം കർത്താവ് ഇത് പറയുന്നത്, കർത്താവ് എന്ന അതിൻ്റെ മുകളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് യഹോവയായ ദൈവം, പുത്രനായ ദൈവം എന്നൊക്കെ നമുക്കത് വിശകലനം ചെയ്ത് പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. ഈ കർത്താവ് യെശയ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് ജനത്തോട് ഇങ്ങനത്തെ അരുളപ്പാടുകൾ കൊടുക്കണം. പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തി. അതിപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ ഇതേ കാര്യം പുതിയ നിയമത്തിലൊന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിലെ 25 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഈ കാര്യം എടുത്ത് പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പദം ഒന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക എന്നിങ്ങനെ. അടുത്ത് ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ കർത്താവാണ് യെശയ്യാവിനോട് പറഞ്ഞത്, നീ പോയി ഇങ്ങനെയൊക്കെ പറയണം. പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുതന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എടുത്തെഴുതിയിരിക്കുക, ലൂക്കോസ് എഴുതിയിരിക്കുക പൗലോസ് പറഞ്ഞതായിട്ട്. അപ്പോൾ പൗലോസ് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പൗലോസ് പറയുന്നത്? ഈ കാര്യങ്ങൾ അവരുടെ പിതാക്കന്മാരോട് പറഞ്ഞു എന്ന് അന്നത്തെ യഹൂദ ജനത്തോട് പറയുകയാണ്. അപ്പം പിതാക്കന്മാരോട് ആരാ പറഞ്ഞത്? യെശയ്യാവിലൂടെയാണ് പറഞ്ഞത്. യെശയ്യാവിലൂടെ ആരാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു. പഴയ നിയമത്തിൽ യെശയ്യാവിനോട് പറഞ്ഞത് കർത്താവാണെന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാവിലൂടെ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ജനത്തിന് അരുളപ്പാട് കൊടുത്തത് യെശയ്യാവിലൂടെ കർത്താവാണോ പരിശുദ്ധാത്മാവാണോ? ഈ രണ്ട് ഭാഗങ്ങൾ വായിച്ചാൽ രണ്ടായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അത് രണ്ടും രണ്ടല്ല, ഒരേ ആശയം തന്നെയാണ്. പഴയ നിയമത്തിലെ ഈ കർത്താവ് തന്നെയാണ് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ ഉറപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു തെളിവ് കൂടിയാണ്. പഴയ നിയമത്തിൽ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ യഹൂദന്മാരോട് സംസാരിച്ച കാര്യം എടുത്തു പറയുമ്പോൾ പറയുന്നു, യെശയ്യാവിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തു. ആ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം ഈ ഉദ്ധരണിയിലൂടെയും ഇവിടെ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്ന ആ വാക്കിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇതുപോലെ തന്നെ പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് താരതമ്യം ചെയ്ത് പഠിച്ചാൽ മറ്റൊരു കാര്യം കൂടെ നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയ്ക്കെതിരെ പിറുപിറുക്കുക, അവർ മോശയ്ക്കെതിരെ മത്സരിക്കുക. അപ്പോൾ ആ കാര്യം പറയുമ്പോൾ മോശ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു? നിങ്ങൾ ആരെയാ പരീക്ഷിക്കുന്നത്? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പോൾ വാസ്തവത്തിൽ ഇസ്രായേൽ ജനം അവരുടെ മരുഭൂമി യാത്രയിൽ മോശയ്ക്കെതിരെ പരാതിപ്പെടുകയും പിറുപിറുക്കുകയും ഞങ്ങളെ എന്തിനാ ഇങ്ങനെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ നിലയിലുള്ള പരുഷമായ വാക്കുകളും ഒക്കെ പറഞ്ഞപ്പോൾ മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നെയല്ല പരീക്ഷിക്കുന്നത്, നിങ്ങൾ യഹോവയാണ് പരീക്ഷിക്കുന്നത്, യഹോവയായ ദൈവത്തെയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്. ഇതേ കാര്യം പുതിയ നിയമത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 7 മുതൽ 9 താഴോട്ടുമുണ്ട്. നമ്മൾ ആ ആശയം മാത്രം കിട്ടാൻ വേണ്ടി ഞാൻ അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ അന്ന് എന്നെ പരീക്ഷിച്ചു. അവിടെ എടുത്തു പറയുക, മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ആരായി പറയുന്നത്? എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആര് പറയുന്നതായിട്ട് എഴുതിയിരിക്കുന്നത്?
പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആരാ പറഞ്ഞത്? മോശ പറയുകയാണ്, നിങ്ങൾ എന്നെയല്ല, നിങ്ങൾ പരീക്ഷിക്കുന്നത് യഹോവയെയാണ്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ പരീക്ഷിച്ചത് എന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പഴയ നിയമത്തിൽ ഈ ഇസ്രായേൽ മക്കള് പരീക്ഷിക്കുകയും മത്സരിക്കുകയും പിറുപിറുക്കുകയും ഒക്കെ ചെയ്തത് യഹോവയായ ദൈവത്തോടാണ് എങ്കിൽ, ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അന്ന് പരീക്ഷിച്ചത് അല്ല, നിങ്ങളുടെ പിതാക്കന്മാർ മത്സരിച്ചത് പിറുപിറുത്തത് എന്നോടാണ് എന്ന് പറഞ്ഞാൽ അതേ യഹോവയായ ദൈവം ഇവിടെ പരിശുദ്ധാത്മാവായി ഇവരുടെ മുൻപാകെ നിൽക്കുകയാണ്. ഇതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇങ്ങനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി എടുത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള പല ഭാഗങ്ങളിലൂടെ ഈ സത്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവൂടെ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് തിരുവെഴുത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായമാണ്. അത് വളരെ പരിചിതമായൊരു സംഭവമാണ്. ദൈവസഭയുടെ ആദ്യ കാലഘട്ടത്തിലെ തന്നെ ഒരു സംഭവം. അനന്യാസ് സഫീറ ദമ്പതികൾ, അവരോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെട്ട ചില വിധങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത്. ആ സംഭവത്തിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാനിവിടെ പോകുന്നില്ല. എന്നാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയട്ടെ. അന്നത്തെ വിശ്വാസികളെല്ലാം അവർക്കുള്ള നിലമൊക്കെ വിറ്റു പണമൊക്കെ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് കണ്ടപ്പോൾ ഇവർക്കും തോന്നി ഇവരുടെയും വസ്തു വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കണമെന്ന്. പക്ഷെ അതേക്കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നിടത്ത്, എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ഒരു നിലം വിറ്റു എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട്. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ അവിടെ ഒരു നിലമെന്നും ഒരംശം എന്നുമൊക്കെ പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. കൂടുതലും മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കൂടുതലും വിൽക്കാതിരുന്നിട്ട് ഒരു നിലം വിറ്റ് കിട്ടിയതിൽ തന്നെ കൂടുതൽ മാറ്റി വെച്ചിട്ട് ഒരംശം കൊണ്ട് കാൽക്കൽ വെച്ചു എന്നൊക്കെയുള്ള ആശയങ്ങൾ നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. ആ നിലയിൽ ഒരംശം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് അവർ കാണിച്ച വ്യാജമാണ്. അതേക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പിന്നാലെ പറയുമ്പോൾ പറയുന്നത്, പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? പിന്നെ അതേക്കുറിച്ച് താഴോട്ട് വരുമ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്നത്, ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. അപ്പം പത്രോസ് എന്താ അവരോട് പറയുന്നത്? നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. വീണ്ടും അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ തൊട്ട് പുറകെ പത്രോസ് പറയുകയാണ്, നീ വ്യാജം കാണിച്ചത് മനുഷ്യരോടല്ല ദൈവത്തോടാ എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് ദൈവത്തോട് കാണിച്ച വ്യാജമാണെന്ന് പത്രോസ് അപ്പോസ്തലൻ അനന്യാസിനോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് ദൈവത്തോടുള്ള വ്യാജമായി കാണുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് സമം ദൈവം. പരിശുദ്ധാത്മാവിനെ ദൈവമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇതിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായി തിരുവെഴുത്ത് നമ്മുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ നിലകളിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദിയോടന്തം പഠിച്ചാൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എന്നാൽ കേവലം ഒരു വ്യക്തിയല്ല, പൂർണ്ണ ദൈവത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ദൈവമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനോടകം പല തെളിവുകൾ ആ ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് കാണുകയുണ്ടായി. ഞാനതൊന്നുകൂടെ ഇങ്ങനെ പറയട്ടെ. ഒന്ന്, ദൈവത്തിന് മാത്രമുള്ള ഗുണസവിശേഷതകൾ അത് പരിശുദ്ധാത്മാവിനുണ്ട്. നിത്യനാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. പരിശുദ്ധാത്മാവ് ദൈവീക പ്രവൃത്തികൾ ചെയ്തതായി സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, ജീവൻ തരുന്നതിനോടുള്ള ബന്ധത്തിൽ, പ്രവചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചതായി നാം കാണുന്നുണ്ട്. അതുകൂടാതെ പിതാവിനോടും പുത്രനോടും ചേർത്ത് പരിശുദ്ധാത്മാവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെയും പിതാവ്, പുത്രൻ അവർക്ക് തുല്യ റാങ്കിൽ തന്നെ, തുല്യതയോടുകൂടി തന്നെ പരിശുദ്ധാത്മാവിനെയും തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ആ നിലയിൽ അവർ തമ്മിൽ റാങ്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. തുല്യ പദവിയിൽ വ്യക്തിത്വവും ദൈവത്വവുമുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ പുതിയ നിയമത്തിലേക്ക് എടുത്ത് ഉദ്ധരിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവ എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുകയാൽ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കപ്പെടുകൂടിയാണ് ചെയ്യുന്നത്. അനന്യാസിനോടുള്ള ബന്ധത്തിൽ പത്രോസ് പറയുമ്പോഴും പരിശുദ്ധാത്മാവിനോട് കാണിച്ച വ്യാജത്തെ
ദൈവത്തോട് കാണിച്ച വ്യാജമായിട്ട് പറയുന്നു. പിന്നെ നമ്മൾ മറ്റു ചില ഭാഗങ്ങളൊക്കെ വായിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലൊക്കെ കർത്താവ് ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു എന്നൊക്കെ പറയുന്ന വേദവാക്യങ്ങളുണ്ട്. യോഹന്നാൻ 4:24 കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ ആ നിലയിലും ചില തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിലുടനീളം പരിശുദ്ധാത്മാവിനെ ദൈവമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പഠിപ്പിക്കലാണ് തിരുവെഴുത്തിലുള്ളത്. ഞാൻ ഓർപ്പിച്ചല്ലോ, പരിശുദ്ധാത്മാവെന്ന വിഷയം സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കലുകൾ നിലനിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തി തന്ന തിരുവെഴുത്തിലൂടെ അറിഞ്ഞ് ബോധ്യമായി നാം മുൻപോട്ട് പോകുവാനായിട്ട് കടപ്പെട്ടവരാണ്. ആ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവ സവിശേഷതകളും പ്രവർത്തനങ്ങളും നാം മനസ്സിലാക്കുമ്പോൾ ഇന്നും പരിശുദ്ധാത്മാവ് നമ്മോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നു. തൻ്റെ ദൗത്യമൊക്കെ ഇവിടെ നിർവഹിച്ച് സ്വർഗാരോഹണം ചെയ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ തന്റെ ജീവനെ തന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പിന്നീട് കർത്താവ് പോകുന്നതിന് അതിനു മുൻപ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്: ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടുകൂടെ ചേർത്ത് നാം ചിന്തിച്ചാൽ നമുക്കറിയാം, 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ശിഷ്യന്മാരുടെ അരികിൽ കർത്താവ് ആയിരുന്നതുപോലെ ശരീര സാന്നിധ്യത്തിൽ ഇന്ന് കർത്താവ് ഇവിടെ ഇല്ല, നമ്മോടുകൂടെ ഇല്ല. എന്നാൽ ആത്മീയ സാന്നിധ്യമുണ്ട്. അതെങ്ങനെയാ ഇന്നിവിടെ പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്? മറ്റൊരു കാര്യസ്ഥനിലൂടെയാ. ആ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുന്നത് തൻ്റെ അതേ പദവിയോടുകൂടെ തന്നെയുള്ള മറ്റൊരു കാര്യസ്ഥനെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഏത് നിലയിൽ ദൈവമായിരുന്നോ അതേ നിലയിൽ ദൈവമായിരിക്കുന്ന മറ്റൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മളോടുകൂടി ഇരിപ്പാൻ അയച്ചു തന്നിരിക്കുകയാണ്. ആ നിലയിൽ പെന്തക്കോസ്ത് നാളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എന്നേക്കും ഇരിക്കാൻ ഭൂമിയിലേക്ക് അയച്ചു തന്നിരിക്കുകയാൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെയുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് അവരുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നു, ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ കഴിയുന്നു. ആ സമയത്തു തന്നെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരികയും ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മോടുകൂടെ ഇരിക്കുമ്പോൾ അതേക്കുറിച്ച് പറയുന്നതായി നാം വായിക്കുന്നുണ്ട്: ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്, ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വഴി നടത്തുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനിയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നുള്ള ചില ക്ലാസ്സുകളിലൂടെ ആ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാം. നമ്മോടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിലകളിൽ ഇടപെടുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പഠനത്തിനായി അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണ്. ആ ദൈവത്വത്തെ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി തെളിയിച്ച് നൽകിയിരിക്കുന്നു. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.